നമസ്കാരം. വൈഷ്ണ സുരേഷ് ഇപ്പോൾ തിരുവനന്തപുരം കോർപ്പറേഷനിലെ ഏറ്റവും കൂടുതൽ ആളുകൾ കേൾക്കുന്ന, ഇപ്പോൾ കോൺഗ്രസ് സ്ഥാനാർത്ഥി എന്നതിനേക്കാൾ ഉപരി തിരുവനന്തപുരത്ത് ആര് മത്സരിക്കുന്നു എന്ന് ചോദിക്കുമ്പോൾ ആദ്യം കേൾക്കുന്ന അല്ലെങ്കിൽ ആദ്യം ഓർമ്മ വരുന്ന ഒരു പേരാണത്. അതിൻ്റെ പ്രധാന കാരണം എന്ന് പറയുന്നത് CPM-ൻ്റെ ഒരു ഇടപെടൽ തന്നെയാണ്. വൈഷ്ണയ്ക്ക് സ്ഥാനാർത്ഥിത്വവുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് പോകാൻ പറ്റില്ല, അവിടെ ഉള്ള ഒരാളല്ല വൈഷ്ണ എന്ന്. ജനിച്ചു വളർന്ന വൈഷ്ണയോട് പറയാണ് നീ ഇവിടുത്തുകാരിയല്ല എന്ന്. അത്തരത്തിലൊരു വിവാദമായിരുന്നു കഴിഞ്ഞു പോയത്. പക്ഷേ കഴിഞ്ഞ ദിവസം പ്രതിസന്ധികളൊക്കെ മറികടന്നുകൊണ്ട് വൈഷ്ണ നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചു കഴിഞ്ഞു. ഇനി ഞാൻ ഉണ്ടാകും മുട്ടടക്കാർക്ക് എന്ന് പറഞ്ഞാണ് വൈഷ്ണ നമ്മളോട് കഴിഞ്ഞ ദിവസം വളരെ ആത്മാഭിമാനത്തോടെ സംസാരിച്ചത്. പക്ഷേ ഇപ്പോൾ ഈ ഒരു വിഷയത്തിൽ, അതായത് വൈഷ്ണയുടെ വോട്ട് വെട്ടാൻ വേണ്ടി ശ്രമിച്ച വിഷയവുമായി ബന്ധപ്പെട്ട ഒരു വീഡിയോ പുറത്തു വരികയാണ്. മേയർ ആര്യ രാജേന്ദ്രനുമായി ബന്ധപ്പെട്ടുള്ള ആര്യ രാജേന്ദ്രൻ്റെ ഓഫീസിലെ ചില പ്രവർത്തകരാണ് വൈഷ്ണയുടെ വോട്ട് വെട്ടാൻ വേണ്ടി ഓരോ വീടും കയറി ഇറങ്ങിയത് എന്നുള്ള വിവരങ്ങൾ അല്ലെങ്കിൽ വീഡിയോ ആണ് പുറത്തു വന്നിരിക്കുന്നത്. എന്ത് തോന്നുന്നു? ആര്യ ഇപ്പോൾ CPM തന്നെ പറയുന്നുണ്ട് വൈഷ്ണയ്ക്ക് സ്ഥാനാർത്ഥിത്വം ലഭിക്കും എന്ന് മനസ്സിലായ സമയത്ത് CPM പറഞ്ഞൊരു കാര്യമുണ്ട്, ഞങ്ങൾ ഇത്തരത്തിലൊരു നടപടിയേ ചെയ്തിട്ടില്ല, അല്ലെങ്കിൽ ഞങ്ങൾ ഇതിൽ ഇടപെട്ടിട്ടില്ല എന്നുള്ളൊരു കാര്യം. എന്ത് തോന്നുന്നു ഈ വീഡിയോ കൂടെ പുറത്തു വരുമ്പോൾ? മേഘ ഇങ്ങനെ ആരെയൊന്നും കുറ്റപ്പെടുത്തരുത്, ഇങ്ങനെ സംസാരിക്കരുത്. കാരണം ഏറ്റവും അധികം ആര്യാണ് മേഘയ്ക്ക് സപ്പോർട്ട് ചെയ്യുന്നത്, ഈ പറയുന്ന വൈഷ്ണയ്ക്ക് സപ്പോർട്ട് ചെയ്യുന്നത്. കാരണം വൈഷ്ണയെ ഇപ്പോൾ ഒരു പ്രചാരണവും ഇല്ലാണ്ട് യാതൊരുവിധ PR വർക്കും ഇല്ലാണ്ട് ജയിപ്പിച്ചിരിക്കുന്ന CPM-ഉം ആര്യ രാജേന്ദ്രനുമാണ്. കാരണം ഞാൻ നേരത്തെ ഉള്ള സബ്ജക്റ്റുകളിലൊക്കെ നമ്മൾ പറയാറുണ്ട്, പിണറായി സർക്കാരിന് ഏകദേശം 1 വർഷമായിട്ട് അവനവൻ ഒരു കുഴി കുഴിച്ച് അവനവൻ തന്നെ വീഴുന്ന ഒരു രംഗമാണ് കാണിക്കുന്നത്. ഏത് കുഴി കുഴിച്ച് പ്രതിപക്ഷത്തെയും BJP-യൊക്കെ വീഴ്ത്താൻ ശ്രമിക്കുന്നു, ആരെയൊക്കെ വീഴ്ത്താൻ ശ്രമിക്കുന്നു, പക്ഷെ ഓടിച്ചെന്ന് വീഴുന്നത് പിണറായി സർക്കാരിൽ ആരെങ്കിലും ആയിരിക്കും. അപ്പോൾ ഇത് തന്നെയാണ് ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ നമ്മൾ ആദ്യമായിട്ടാണ് ഇത്തരത്തിലുള്ള ചില കോപ്രായങ്ങൾ കാണുന്നത്. അത് ഈ മുട്ടടയിലെ വൈഷ്ണയെ മാത്രമല്ല, പല സ്ഥാനാർത്ഥികളെയും ഇന്ന് പമയോ ഒരു ട്രാൻസ്ജെൻഡർ മറ്റേ അപ്പൊ അത്തരത്തിലുള്ള നിരവധി സ്ഥാനാർത്ഥികളുടെ പട്ടികയുമായിട്ടോ അല്ലെങ്കിൽ അവരുടെ ഈ ഒരു വോട്ടർ പട്ടികയിലെ കറക്ഷൻ ഇതുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് നിരവധി പേർക്ക് ഇത്തരത്തിലുള്ള പ്രശ്നമുണ്ട്. അത് കൂടുതൽ കോൺഗ്രസ് സ്ഥാനാർത്ഥികൾക്കാണ്. ഇത് പണി കൊടുക്കുന്നതാണ് എന്നുള്ളത് കൃത്യമായിട്ട് അത് രാഷ്ട്രീയ ലക്ഷ്യമാണ്. കാരണം ഇപ്പൊ മുട്ടടയിൽ വൈഷ്ണ ഒരു KSU എന്നൊക്കെ വന്ന അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഒരു കുട്ടി നേതാവാണ്. ആര്യയെ പോലെ തന്നെ ഒരു പക്ഷെ തഴച്ചു വളരാൻ സാധ്യതയുള്ള ഒരു കുട്ടി നേതാവാണ് വൈഷ്ണ. വൈഷ്ണയുടെ ഇടപെടലുകൾ വളരെ ഹൃദ്യമാണ്. ഒരു പക്ഷേ ആദ്യം തന്നെ ഇത്തരത്തിലുള്ള സ്ഥാനാർത്ഥി പ്രഖ്യാപനം വന്നത് തിരുവനന്തപുരത്താണ്. തിരുവനന്തപുരത്ത് വന്നപ്പോഴേ മാധ്യമങ്ങളെല്ലാം വൈഷ്ണയുടെ പുറകെ ഓടുന്നത് കണ്ടു. ഇതൊക്കെ അങ്ങോട്ട് CPM-ന് ഹാലാണ്. കാരണം മുട്ടട CPM-ന്റെ കേന്ദ്രമാണ്. അപ്പൊ അവിടെ ഇനി ഒരു പക്ഷേ വൈഷ്ണ എങ്ങാനും ജയിച്ചു കഴിഞ്ഞാൽ, തലസ്ഥാന നഗരിൽ ജയിച്ചു കഴിഞ്ഞാൽ അത് നാണക്കേടാണ്. അപ്പോൾ ആര്യയ്ക്ക് സ്വാഭാവികമായിട്ട് ആര്യയുടെ സ്വഭാവമൊക്കെ പല കാര്യങ്ങളും ഇങ്ങനെ ചിരിച്ചുകൊണ്ട് കഴുത്തിറക്കുന്ന ഒരു സ്വഭാവമാണ്. അപ്പോൾ ആര്യയ്ക്ക് ഒരു പക്ഷേ അങ്ങോട്ട് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റേ, ഞാൻ മേയറായിട്ട് കുട്ടി സഖാവായിട്ട് ഓമന കുട്ടിയായിട്ട് ഓമന പുത്രിയായിട്ട് ഇങ്ങനെ CPM-ന്റെ ഇതായിട്ട് നിൽക്കുമ്പോൾ ഇനി വേറൊരാളോ, അതും കോൺഗ്രസ് നടക്കുന്ന കാര്യമല്ല. ഞാൻ തന്നെയാണ് ഇവിടുത്തെ കുട്ടി മേയർ, ഇനി വേറൊരു കുട്ടി മേയർ ഇവിടെ വേണ്ട, ഇനി വേറെ വല്ല മേയർമാരും വന്നോട്ട്. തിരുവനന്തപുരം കോർപ്പറേഷനിലേക്ക് മത്സരിക്കുന്ന ഏറ്റവും പ്രായം കുറഞ്ഞ ഒരു വ്യക്തി കൂടെയാണ് പ്രശ്നം. അപ്പൊ അതുകൊണ്ട് എന്നാ പിന്നെ ഇട്ട് പണി കൊടുക്കാം, ഏത് രീതിയിൽ പണി കൊടുക്കുക. അപ്പോഴാണ് വോട്ടർ പട്ടിക. അപ്പൊ വൈഷ്ണയെ തുടങ്ങിയ ഈ ഒരു വോട്ടർ പട്ടികയിലെ ക്രമക്കേടുകൾ ഇപ്പോൾ പല UDF സ്ഥാനാർത്ഥികളിലേക്ക് കടന്നിരിക്കുകയാണ്. അപ്പൊ ആര്യ രാജേന്ദ്രൻ തുടക്കമിട്ട ഈ ഒരു പ്രയാണം പല UDF സ്ഥാനാർത്ഥികളെയും പ്രതിപട്ടികയിലാക്കി ഇരിക്കുകയാണ്. കാരണം നിരവധി സ്ഥാനാർത്ഥികളുടെ ഈ അംഗത്വമില്ലായ്മ അല്ലെങ്കിൽ ഈ വോട്ടർ പട്ടികയിൽ ഇല്ലാത്തത് അല്ലെങ്കിൽ സ്ഥലമാറ്റങ്ങൾ അല്ലെങ്കിൽ അഡ്രസ്സില്ലായ്മ നിരവധി പേരുടെ, ഇപ്പൊ CPM-ൽ 1-2 പേരുടെയൊക്കെ വന്നിട്ടുള്ളൂ. അത് തിരിച്ച് കോൺഗ്രസ് പണി കൊടുക്കുന്നതായിരിക്കാം. പക്ഷെ ഇത്തരത്തിലുള്ള വൃത്തികെട്ട ചീപ്പ് കളിയാണ് ആര്യ ഇപ്പൊ നടത്തിയത്. പക്ഷെ അതുകൊണ്ട് പ്രയോജനം ഇപ്പൊ വൈഷ്ണയ്ക്കാണ്, തിരുവനന്തപുരത്ത് തലസ്ഥാനത്ത് UDF-നുമാണ്. കാരണം ഇത്തരത്തിൽ മേയറുടെ ഓഫീസിൽ നിന്നാണ് ആൾക്കാർ, മേയറുടെ ഓഫീസിന് ഒരിക്കലും ഇലക്ഷൻ ഓഫീസേഴ്സ് ഉണ്ട്, പക്ഷെ അവരൊരിക്കലും സ്ഥാനാർത്ഥിയുടെ വീട്ടിലെത്തിയിട്ട് ഇത്തരത്തിലുള്ള പരിശോധനകളൊന്നും നടത്തുക, അവരുടെ ഇന്ന് എഴുതി വാങ്ങിക്കുക, ഇവിടെ താമസിക്കുന്നില്ല, ഇത്തരത്തിലുള്ള ഇത് നടത്തേണ്ടുന്ന കാര്യമില്ല. കാരണം കോർപ്പറേഷൻ അവർക്കും അറിവില്ലായിരിക്കാം. അപ്പം അതുകൊണ്ട് ഇതിപ്പോൾ വീഡിയോ സഹിത മാധ്യമങ്ങൾ പുറത്തിട്ട് അലക്കിക്കൊണ്ടിരിക്കുക. ഇതിപ്പരം നാണക്കേടുണ്ട്. ആറ്റുകാലം മറ്റേ കട്ടം ഓട്ടിച്ചതുപോലെയല്ല ഇതൊക്കെ ഒരു വൃത്തികെട്ട നാണക്കേട്. കാരണം ഇത് പ്രതിക്കൂട്ടിലാവുന്ന CPM തന്നെയാണ്. അതായത് വൈഷ്ണ 100% വിജയം ഉറപ്പിച്ചു കഴിഞ്ഞു. ഇനിയിപ്പോ ജസ്റ്റ് മിണ്ടായിരുന്നാ മതി വൈഷ്ണ. ഇവിടെ എന്താണെന്നറിയാമോ, ഏറ്റവും വലിയൊരു പ്രശ്നം എന്ന് പറയുന്നത്
ആളുകൾക്ക് നേരെ നിന്ന് മത്സരിക്കാനുള്ള ഒരു ധൈര്യമില്ലായ്മ, ആ ഒരു ധൈര്യം പോയതിന്റെ ഒരു ഉദാഹരണമായിട്ട് നമുക്ക് വേണമെങ്കിൽ ഇത് ഇപ്പൊ നിരവധി കാര്യങ്ങൾ CPM നേരെ വരുന്നുണ്ട്. ഏറ്റവും അധികം ഇപ്പോൾ കൊട്ടി ഘോഷിക്കുന്ന ഒരു വിഷയം ശബരിമല വിഷയമാണ്. അതിൽ പത്മകുമാർ അടക്കമുള്ളവർ ഇപ്പോൾ അറസ്റ്റിലായിരിക്കുകയാണ്. ഇനി നേരെ കടകംപള്ളി ഇന്ന് തീ പിടിച്ച പോലെയാണ് കിടന്ന് ഓടുന്നത് കണ്ടത്. അപ്പൊ കടകംപള്ളിയിലേക്ക് തിരിഞ്ഞാൽ അത് തദ്ദേശ തെരഞ്ഞെടുപ്പ് എങ്ങനെയെങ്കിലും ഒന്ന് കഴിയാൻ കാത്തിരിക്കുകയാണ് CPM തിരിയും. അത് കടകംപള്ളിയിലേക്ക് തിരിഞ്ഞു കഴിഞ്ഞാൽ കടകംപള്ളി ഒരിക്കലും ഒരു ചാവേറാകില്ല. ചാവേറായാൽ പോലും അത് അവിടെ കൊണ്ട് അവസാനിക്കത്തില്ല. SITയുടെ അന്വേഷണം നേരെ പിണറായി വിജയനിലോട്ട് വരും. കാരണം ഇത് നമ്മളൊക്കെ ആദ്യത്തെ ചർച്ചയിൽ പറഞ്ഞതുപോലെ ഇത് ഉദ്യോഗസ്ഥർ മാത്രം എടുക്കുന്ന തീരുമാനമല്ല. ഇന്ന് എന്താണ് കടകംപള്ളി ഉൾപ്പെടെയുള്ളവർ പറയുന്നത്? ദേവസ്വം ബോർഡും ഞങ്ങൾ മന്ത്രിയായിട്ട് യാതൊരു ബന്ധമില്ല, അവർ സ്വതന്ത്രമായിട്ട് പ്രവർത്തിക്കുന്നത്. അപ്പൊ പിന്നെ ഇവരെന്തിനാണ് ദേവസ്വം മന്ത്രിയെ തെരഞ്ഞെടുക്കേണ്ട കാര്യം? അദ്ദേഹത്തിന് ഓരോ കാര്യത്തിനും ഓരോ, പ്രത്യേകിച്ച് ശബരിമല പോലുള്ള ക്ഷേത്രങ്ങളിലെ എല്ലാ മാസവും അദ്ദേഹം ഇൻവോൾവ് ആയി പല കാര്യങ്ങൾ ചെയ്യണം. അവിടെ എന്ത് ഇളക്കിയാലും എന്ത് വെച്ചാലും എന്തൊക്കെ ചെയ്താലും മന്ത്രി അറിയാണ്ട് ചെയ്യത്തില്ല. ഇപ്പൊ പോറ്റിയെ ഉൾപ്പെടെ സ്പോൺസർഷിപ്പിന് ആക്കിയിട്ടുണ്ടെങ്കിൽ ദേവസ്വം മന്ത്രി അറിയാണ്ട് ചെയ്യില്ല എന്നുള്ളതിന്റെ തെളിവ് ഇപ്പോൾ വന്നു കഴിഞ്ഞു. നേരെ പോറ്റിയെ സ്പോൺസർഷിപ്പിന് വേണ്ടി പോറ്റി അയച്ച കത്ത് എങ്ങോട്ടാണ് പോയേക്കുന്നത്? കടകംപള്ളിക്കാണ് പോയിരിക്കുന്നത്. അപ്പൊ ആ കത്തിന് പകർപ്പടക്കം എടുത്തു വെച്ച് ഇരിക്കുകയാണ് SIT. അപ്പോൾ കടകംപള്ളി ഏതായാലും ഉടനെ തന്നെ പൂട്ട് വീഴും. അതൊന്ന് തദ്ദേശ തെരഞ്ഞെടുപ്പ് കാത്തിരിക്കണം. പിറ്റേ ദിവസം ഒന്ന് പൂട്ട് വീഴണേന്ന് മാത്രമേ ഉള്ളൂ ഇനി AKG സെന്ററിലെ പ്രാർത്ഥന. ഒരുപക്ഷെ ഇന്നിപ്പോൾ വാസവൻ പോകുന്നുണ്ട്, ശബരിമല കയറാൻ പോകുന്നുണ്ട്. അത് ഇരുമുടി നിറച്ചായിരിക്കും കയറാൻ പോകുന്നതെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം എല്ലാ അയ്യപ്പൻ്റെ അടുത്ത് തൊഴുത് പറഞ്ഞ് എൻ്റെ അയ്യപ്പ ഞങ്ങളെ ഒന്ന് രക്ഷിക്കണേ, ഒരുപക്ഷെ പിണറായി വിജയൻ പറഞ്ഞു വിടുന്നതായിരിക്കും. അയ്യപ്പനെ എങ്ങനെ നമ്മളൊരു വിശ്വാസം എന്ന് പറയുന്ന സംഗതിയാണ്. അത് ഇപ്പോൾ ഓരോന്ന് പുറത്തു വരുമ്പോൾ മറ്റ് ഏത് കേസുകളെക്കാളും ചരിത്രം കുറിക്കുന്ന ഒരു കേസായിട്ട് ഇതിപ്പോൾ മാറിയിരുന്നു. ഹൈക്കോടതിക്ക് SITയുടെ അന്വേഷണം, SIT ഉദ്യോഗസ്ഥർക്ക് നിറഞ്ഞ കൈകടിയാണ് ജനം കൊടുക്കുന്നത്. ഇതുപോലെ തന്നെ ആയിരിക്കണം എന്നാണ് എൻ്റെ ആഗ്രഹം. എല്ലാ കേസുകളും ഇത്തരത്തിൽ ആർക്കെതിരെ അഴിമതി വന്നാൽ ഇത്തരത്തിൽ നിഷ്പക്ഷമായിട്ട് നീതിയുക്തമായിട്ട് കേസന്വേഷണം വന്നാൽ ഒരുപക്ഷെ അഴിമതി രഹിത ഒരു സംസ്ഥാനമാക്കി രാജ്യമാക്കി മാറ്റാൻ നമുക്ക് പറ്റും. പലപ്പോഴും കോടതി നിയമത്തെ പോലും ജനത്തിന് വെറുപ്പായി തുടങ്ങുന്ന ഘട്ടം എത്തിയിട്ടുണ്ട്. കോടതി എന്തിനാണെന്നൊരു ചോദ്യം ജനം തന്നെ ചോദിക്കുന്ന ഒരു കാര്യം എത്തിയിട്ടുണ്ട്. അതിൽ നിന്നൊക്കെ സത്യം പറഞ്ഞാൽ ഈ ഒരു വിഷയത്തോടു കൂടി കുറേയൊക്കെ അവർക്ക് മാറാൻ പറ്റി. ജഡ്ജിമാരാണെങ്കിലും ഈ പറയുന്ന ഇത് നിയമപാലകരൊക്കെ ഈ പറയുന്നത് പോലെ നീതിയുക്തമായിട്ട് നമ്മുടെ ഒരു സംസ്ഥാനം, ഒരു നാടിന് വേണ്ടി നിന്നു കഴിഞ്ഞാൽ ഒരുപക്ഷെ ഭരണം നല്ല രീതിയിൽ തന്നെ പോകും. പക്ഷെ അവർ ഒത്താശ ചെയ്ത് കൊടുക്കുമ്പോഴാണ് ഭരണത്തിൽ ഇത്തരത്തിലുള്ള പാകപ്പിഴവുണ്ട്. ഇപ്പൊ വൈഷ്ണയുടെ കാര്യത്തിൽ എന്താണ് ഹൈക്കോടതി തീരുമാനം? രൂക്ഷ വിമർശനം നടത്തി. അപ്പോൾ എന്താണ് തിരിച്ച് ഇലക്ഷൻ കമ്മീഷൻ രണ്ടാമതും വൈഷ്ണവ് കൊടുത്തിട്ട് അവരോട് ചിരിച്ചുകൊണ്ടാണ് വൈഷ്ണവ് അവിടെ ആ ഇത് ഒപ്പിട്ട് കൊടുക്കുന്നത്, സ്ഥാനാർത്ഥി ഇത്. അപ്പൊ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ മുന്നിൽ പോലും നിറച്ചിരിയുമായിട്ട് നിൽക്കുന്ന വൈഷ്ണവ് അവർക്കും കൂടെ ഒരു ഇതാണ്. കാരണം അവരാണല്ലോ ഇത്തരത്തിലൊരു പ്രശ്നം ഉണ്ടാക്കി അല്ലെങ്കിൽ ഇത്തരത്തിൽ ഇതിലേക്ക് പോയത്. അപ്പോൾ CPMലെ ആര്യ രാജേന്ദ്രന്റെ ഓഫീസിൽ നിന്ന് എന്തിനു വന്നു, എന്തിനാണിത്? അപ്പോൾ ആര്യയുടെ ഓഫീസുമായി ബന്ധപ്പെട്ട് ആര്യ രാജേന്ദ്രനുമായി ബന്ധപ്പെട്ട് കിടക്കുകയാണ്. ഇത് വല്ലാത്ത നാണക്കെടുപ്പ് ഉണ്ടാക്കിയിരിക്കുന്നത്. ഇനിയിപ്പോൾ തലസ്ഥാനത്ത് ഒരുപക്ഷെ UDF തരംഗം തന്നെയായിരിക്കും. ഇതിലിപ്പല്ലേ തുടക്കം മുതൽ തന്നെ ആര്യയുടെ പ്രവർത്തനങ്ങളായിരുന്നു LDFനൊരു പ്രതീക്ഷ കുറയ്ക്കാനുള്ള ഒരു കാരണം. നമുക്കറിയാലോ ഇത്രയും കാലം ആര്യ ചെയ്തു വെച്ചിട്ടുള്ള കാര്യങ്ങൾ, ഇല്ലാത്ത പൊങ്കാല, അതുപോലെ ചെയ്യാത്ത പദ്ധതിയുടെ പേരിൽ ഉദ്ഘാടനം എന്നൊക്കെ പറഞ്ഞ് നടക്കുന്ന ആര്യയുടെ ചെയ്തികൾ തന്നെയായിരിക്കും ഒരുപക്ഷെ ഈ പറയുന്ന മന്ത്രിയാക്കാനുള്ള തീരുമാനം. അതായത് ഒരിക്കൽ 8ാം ക്ലാസ്സിലിരുന്ന വിദ്യാർത്ഥി പിന്നെ ബാക്കോട്ട് പഠിക്കേണ്ടല്ലോ എന്നൊക്കെയാണ് ന്യായീകരണമെങ്കിൽ പോലും ആര്യയെ ഇത്തവണ സ്ഥാനാർത്ഥിയാക്കാത്തതുമായി ബന്ധപ്പെട്ടുള്ള CPMൽ ഉള്ള സ്ഥാനാർത്ഥികൾ ഇപ്പൊ പിന്മാറുകയാണ്. സ്ഥാനാർത്ഥി നിൽക്കുന്നത് ഞങ്ങൾക്ക് താല്പര്യമില്ല എന്ന് നാങ്കടമയ്യ 8 നില പൊട്ടുമെന്നറിയാം. ഇപ്പൊ എന്താണ്ട് ഏതോ ഒരു അഡ്വക്കേറ്റ് ആണ് കഴിഞ്ഞ ദിവസം അവര് സ്ഥാനാർത്ഥിത്വം പിൻവലിച്ചു. കാരണം നിൽക്കാൻ വയ്യ, നാണക്കേടാണ്. ശബരിമല വിഷയമൊക്കെ അങ്ങനെ പെട്ടെന്ന് വിശ്വാസികളായിട്ടുള്ള വ്യക്തികളൊന്നും നിൽക്കത്തില്ല ഈ ഒരു സംഭവം ഇതില്. അപ്പൊ CPMന്റെ VSന്റെ കാലത്തോടു കൂടി CPMന്റെ അടിപതറും എന്ന് പറഞ്ഞ് സത്യമായിക്കൊണ്ടിരിക്കുകയാണ്. ഒരുപക്ഷെ പിണറായി സർക്കാരിന്റെ ഒരു വല്ലാത്ത ഒരു വൃത്തികെട്ട ഭരണമായി മാറിക്കൊണ്ട് ആര്യയ്ക്ക് സർവ്വവിധ കാര്യങ്ങൾക്ക് കൂട്ടുകൊടുത്തു. പക്ഷേ അന്ന് ആര്യയെ പുഷ്ടിപ്പെടുത്തേണ്ടുന്ന ഒരു ഉത്തരവാദിത്വം CPMനുണ്ടായിരുന്നു. കാരണം CPMന്റെ ഒരു പൊതു അജണ്ട എന്ന് പറയുന്നത് തങ്ങളുടെ നേരെയുള്ള നേതാക്കന്മാർക്കെതിരെ ഒരു ചെറുവിരൽ പോലും അനക്കാൻ മറ്റുള്ളവരെ സമ്മതിക്കുന്നില്ല. പക്ഷേ ഇപ്പോൾ ശബരിമല വിഷയം എന്നപ്പോൾ അവരുടെ കൈവിട്ടുപോയി. കാരണം SIT അന്വേഷണം ഹൈക്കോടതി ഇവരുടെ പരിധിയിൽ വരുന്നത്. അതുകൊണ്ട് അവർ ഇന്ന് ഗോവിന്ദമാഷ് എന്താണെന്ന് പറഞ്ഞത്, ആരാണെങ്കിലും കട്ടെടുത്തോ അവർ
പടിക്ക് പുറത്ത് എന്നുള്ള രീതിയാണ്. കാരണം അവരുടെ കയ്യിലല്ല, ഒരുപക്ഷെ അവരുടെ കയ്യിലായിരുന്നെങ്കിൽ എന്റെ വാസു സഖാവ് എന്ന് പറഞ്ഞ കടമ്പളി എന്നപ്പോ കടമ്പളി അവര് സപ്പോർട്ട് ചെയ്തേനെ. പക്ഷേ ഇതിപ്പോൾ എന്താണ്, അവരുടെ കൈവിട്ടു പോയി ശബരിമല വിഷയം. അത് പക്ഷെ ആര്യ രാജേന്ദ്രനെ പല കാര്യങ്ങളും ഇവർ സപ്പോർട്ട് ചെയ്ത്. പക്ഷെ ഇവർ ആരെയൊക്കെ സപ്പോർട്ട് ചെയ്യുന്നത് ഇവർക്കറിയാം. ഇവർ ഏത് രാഷ്ട്രീയ പാർട്ടിക്കാരാണെങ്കിലും ഇവരെ ഒരു ആൾ ഭരിക്കുവാണെങ്കിൽ ആ നാടിന്റെ കാര്യങ്ങളൊക്കെ ഒന്ന് അന്വേഷിക്കും. BJP-യിൽ ഏകദേശം 13 കൗൺസിലേഴ്സിനെയാണ് വീണ്ടും ഒരു നിർത്തുന്നത്. കാരണം എന്താ, ആ നാടിന് വേണ്ടിയിട്ടുള്ള കൃത്യമായിട്ടുള്ള കാര്യങ്ങൾ ആ സ്ഥാനാർത്ഥികൾ ചെയ്തിട്ടുണ്ട്, കഴിഞ്ഞ മെമ്പേഴ്സ് ചെയ്തിട്ടുണ്ട്. അപ്പൊ അത് പരിശോധനയുടെ അടിസ്ഥാനത്തിൽ അത് ശരിയെന്ന് അവർക്ക് തോന്നലുള്ളത് കൊണ്ടാണ് ഒരു ഏകദേശം 10-12 പേരെ വീണ്ടും അവർ നിർത്തുന്നത്. അപ്പോൾ ഒരു നാടിന് വേണ്ടിയിട്ട് എന്താണോ ചെയ്യുന്നത് അവരെ വീണ്ടും എന്ത് ചെയ്യും, പാർട്ടി പരിപോഷിപ്പിക്കും. പക്ഷേ ഇനി ചെയ്തില്ലെങ്കിലും പാർട്ടി എന്ത് ചെയ്യും, അവരെ കൈവിടത്തില്ല ആ സമയത്ത്. പക്ഷെ പിന്നീട് അടുത്ത തെരഞ്ഞെടുപ്പ് വന്നാൽ ഇവര് ആര് എന്ത് എന്നൊരു ചോദ്യം, ഏത് പാർട്ടിയാണെന്ന് ചോദ്യം. ഇപ്പൊ ആര്യക്ക് പറ്റിയ അബദ്ധം അങ്ങനെയാണ്. കാരണം ആര്യ കാണിച്ചിട്ടുള്ള ആ മറ്റേ നമ്മള് ഈ ഇവരുടെ കോർപ്പറേഷന്റെ മറ്റേ ഇത് എന്തുവാ ബഡ്ജറ്റ് അവതരിപ്പിക്കുമ്പോഴൊക്കെ ഇങ്ങനെ കൗൺസിലേഴ്സ് ഈ പറയുന്ന ആര്യയൊക്കെ എടുത്തിട്ട് ഉടുക്കുമ്പോൾ പലപ്പോഴും നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ട്. ആര്യ ചിരിച്ച് എന്തായാലും എന്താ കാണിക്കും, നിങ്ങൾ കൊട്ടിക്കോ, നിങ്ങൾ ഘോഷിച്ചോ, ഈ ഒരു ആര്യയുടെ പലപ്പോഴും പുച്ഛമായിട്ടുള്ള ഭാവം. പക്ഷേ അത് അന്നേരം ആര്യ വിചാരിച്ച് എന്നെ അങ്ങ് ആയുഷ്കാലവും അങ്ങ് CPM താങ്ങിക്കൊണ്ട് നടക്കുമെന്നു. പക്ഷെ ഒരിക്കലുമില്ല. CPM MLA ഒരാളെയും താങ്ങത്തില്ല. അവരെ പോലും നിലനിർത്തരുത്, സ്വന്തമായിട്ട് പോലും ആരെയും അവർ ഇത് ചെയ്യത്തില്ല. അപ്പൊ അത്തരത്തിൽ ആര്യ അങ്ങനെ നിന്നിടത്താണ് ആര്യക്ക് വലിയൊരു അടി കിട്ടിയിരിക്കുന്നത്. കാരണം ഇനി ആര്യയെ ഈ പറയുന്നത് പോലെ ഒരിടത്തും നിർത്തത്തില്ല. ഒരിടത്തും ഒരു മെമ്പറൊന്നും പോയിട്ട് ഒരു നിയമസഭയിൽ തെരഞ്ഞെടുപ്പാവട്ടെ ഒരിടത്തും ആര്യയെ നിർത്താൻ പോകുന്നു. കാരണം ആര്യ എന്താണെന്നുള്ളത് ഇപ്പോൾ കേരളത്തിന് അറിയാം. കുട്ടി മേയർ എന്ന് പറഞ്ഞിട്ട് എടുത്തുകൊണ്ട് പൊക്കി നടന്ന് തലസ്ഥാനത്ത് ഒരു കുന്തവും കാണിച്ചിട്ടില്ല. എന്താണ് മര്യാദയ്ക്ക് വികസന പ്രവർത്തനങ്ങൾ എന്തെങ്കിലും നടത്തിയിട്ടുണ്ടോ? ഈവൻ സീവേജിന്റെ പല പദ്ധതികൾ അവിടെ ഇവിടങ്ങളിൽ ഇപ്പോഴും പാളിക്കിടക്കും. പക്ഷെ ആര്യയുടെ അവകാശവാദം ഏറ്റവും നല്ല കോർപ്പറേഷൻ ആക്കി കൊണ്ടുവന്നത് അത് എവിടുന്ന് അവാർഡ് വാങ്ങിച്ചത്. ഇപ്പൊ ബ്രിട്ടനിൽ പോയാലും ഈ അവാർഡുകൾ നമുക്ക് കാശ് കൊടുത്താൽ എവിടെ നിന്നും കിട്ടും. ബ്രിട്ടനിലെ ഏത് ഇതാണ് ഈ ഇടയ്ക്ക് ഭയങ്കര ട്രോളുകളായിരുന്നല്ലോ. മാറ്റുകാൽ പൊങ്കാല കട്ടയൊക്കെ ഇപ്പോഴും അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ് ആൾക്കാർ. അപ്പൊ ഇത്തരത്തിൽ എവിടുന്നൊക്കെ തൂത്തുവാരി കൈയിട്ട് വരാമോ അവർ 5 വർഷം തൂത്തുവാരി കൈവിട്ടു. പക്ഷെ ഇനി അവരുടെ ഭാവി അങ്ങനെ ഉണ്ടാവില്ല. ഇനി ഒരു രാഷ്ട്രീയ നേതാക്കന്മാർ എപ്പോഴും ശ്രദ്ധിക്കേണ്ടുന്ന ഒരു കാര്യം, അവർക്കൊരു ഭാവി വേണമെന്നുണ്ടെങ്കിൽ അവർ കൃത്യമായിട്ട് ഇനി എന്ത് രാഷ്ട്രീയ പാർട്ടി ആയിക്കോട്ടെ അവരുടെ ഇതിന് ചുവട് പിടിക്കാതെ താൻ ഒരു രാഷ്ട്രീയ നേതാവ്, താൻ ചെയ്യേണ്ടുന്ന ചില കാര്യങ്ങളുണ്ട്, ഒരാളുടെ ഫോഴ്സ് ഇല്ലാണ്ട് ചെയ്യേണ്ടുന്ന കുറേയെങ്കിലും ഒക്കെ ജനങ്ങൾക്ക് ചെയ്തു കൊടുത്താൽ ഒരു നിലയും വിലയും ഉണ്ടാവും. നാളെ പാർട്ടിയും അവരെ താങ്ങും. അല്ലാതെ എന്ത് അഴിമതിക്കും പാർട്ടി ചെയ്തോ എന്ന് പറഞ്ഞിട്ട് കൂട്ടുപിടിക്കുന്ന പാർട്ടി 5 വർഷം കഴിഞ്ഞ് കൂടെ കാണത്തില്ല. അപ്പൊ സ്വന്തം ഒരു കരിയർ ഓരോ രാഷ്ട്രീയ നേതാവും സ്വയം ചിന്തിച്ച് മുന്നോട്ട് പോവുക. അല്ലാതെ പാർട്ടിയുടെ ഫോഴ്സിൽ വല്ല കൊളരുതായ്മകളോ അഴിമതികളോ ഒക്കെ കാണിച്ചാൽ പാർട്ടി താങ്ങൂല, അത് അനുഭവിച്ചുകൊണ്ടിരിക്കും. അപ്പൊ ഏതായാലും ആര്യ ഇപ്പൊ ഭയങ്കര പ്രതിസന്ധിയിലാക്കിയിരിക്കുക. വീണ്ടും ആര്യ മൂലം വൈഷ്ണവ് രക്ഷപ്പെട്ടു. കാരണം ഇനിയിപ്പോൾ ഒന്നുമില്ല, വോട്ട് അങ്ങോട്ട് ഇട്ടാൽ മതി, വൈഷ്ണവ് ജയിക്കുന്നത്. കാരണം ജയിക്കും. കാരണം ഇപ്പം അവിടെയുള്ള ആ പ്രദേശത്തുള്ള ആൾക്കാർക്കൊക്കെ മനസ്സിലായി പാവം പിടിച്ച കുട്ടിക്ക് ഇട്ടൊരു പണി കൊടുത്തതാണ്, ഇത്രയേറെ വേണമായിരുന്നു, അതിനെ വല്ലാണ്ട് വിഷമിച്ച് അവളെ രക്ഷപ്പെടുത്തുക. ഇങ്ങനെയൊക്കെ ഉള്ളവരെയൊക്കെ രക്ഷപ്പെടുത്തുന്നതിനേക്കാളും ഇതാണ് രക്ഷപ്പെടുത്തേണ്ടുന്നത്, അല്ലെങ്കിൽ അവർക്ക് വോട്ട് കൊടുക്കുക എന്ന് ഉള്ളിൽ ചിന്തിക്കുന്നവരുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും വോട്ട് വർധനവ് ഉണ്ടാവാൻ സാധ്യതയുണ്ട്. എന്തായാലും ഭരണം നഷ്ടമാകും എന്നുള്ള ഒരു സാഹചര്യത്തിൽ പോലും, അല്ലെങ്കിൽ ആ ഒരു തിരിച്ചറിവിൽ പോലും തൻ്റെ ചെയ്തികൾ അങ്ങനെയൊന്നും അവസാനിപ്പിക്കുന്നതല്ല എന്ന് ആര്യ വീണ്ടും വീണ്ടും തെളിയിച്ചുകൊണ്ടിരിക്കുകയാണ്. ആര്യ എപ്പോഴും പറയുന്ന ഒരു കാര്യമുണ്ട്, വിമർശനങ്ങൾ വന്നോട്ടെ, നമ്മൾ എല്ലാത്തിനും പ്രതികരിക്കാൻ പോവണ്ടല്ലോ എന്നൊക്കെ. പക്ഷേ ഇത്തരത്തിലുള്ള വിമർശനങ്ങൾക്ക് ഉത്തരം പറയേണ്ടത് അവരുടെ ഉത്തരവാദിത്തമാണ്. കാരണം നിസ്സാരമായിട്ടുള്ള ഒരു കാര്യമല്ല. ഒരു സ്ഥാനാർത്ഥിയാകുന്ന മത്സരിക്കുന്നതിന് മുമ്പ് തന്നെ അവരെ വെട്ടി നിർത്താനുള്ള ഒരു ശ്രമം, അല്ലെങ്കിൽ പരാജയം ഉറപ്പിച്ചത് കൊണ്ടുള്ള ഒരു വെപ്രാളെന്ന് വേണമെങ്കിൽ നമുക്ക് അതിനെ വിശേഷിപ്പിക്കാം. എന്തായാലും തിരുവനന്തപുരം കോർപ്പറേഷനിൽ വൈഷ്ണവ് അവളുടെ കൃത്യമായിട്ടുള്ള ഒരു സ്ഥാനം ഉറപ്പിച്ചു കഴിഞ്ഞിരിക്കുകയാണ്.